ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ ചെയ്യണത്. ഞാൻ ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈവനിങ് ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ ഹെയർ വാഷ് ഞാൻ വീക്ക്ലി ട്വൈസ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ടിങ്ങനെ എണ്ണയൊക്കെ തേച്ച്, അതായത് ഞാൻ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് എണ്ണ വെച്ച് കുറച്ച് ചൂടാക്കും. എന്നിട്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാറ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എൻ്റെ ഹെയർ കണ്ടോ ഗൈസ്, ഭയങ്കരമായിട്ട് ഫുൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ കിട്ടാറുണ്ട്. അതിന് ശേഷം ഞാൻ വേഗം കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ താളി പൊട്ടിക്കാനായിട്ട് പോയിട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ കാടല്ല, അത്യാവശ്യം വലിയ കാടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ എവിടെയൊക്കെ ഉണ്ടാവുന്ന വേറെ ടൈപ്പ് ഓഫ്, നമ്മൾ ചെമ്പരത്തി താളിയല്ലേ നമ്മൾ തേക്കാറ്. ഇത് വേറെ വൈറ്റ് കളർ പൂ വരുന്ന ഒരു താളിയാണ്. ഇത് നല്ലതാണ്. ഇതെൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് താളിയാണ്, തലയിൽ തേക്കുന്ന താളി തന്നെയാണ്. ഇതിൻ്റെ ഇലയും പൂവൊക്കെ നമ്മൾ എടുക്കും, നമ്മൾ സാധാ ചെമ്പരത്തി താളി തേക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഞാനതിൽ കുറച്ച് ഉലുവ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സാക്കി അരച്ചെടുത്തിട്ട് ഞാനത് തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യും. ഫുള്ള് മുടിയിൽ ഓരോ ഇതെടുത്തിട്ട് ഞാൻ തല ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഞാനൊരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കളയാണ് ചെയ്യാം. ഞാനപ്പോൾ ഷാമ്പൂ കണ്ടീഷണറൊന്നും യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന സമയത്ത്. ഉലുവ താരൻ പോകാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഉലുവ എന്ന് പറഞ്ഞാൽ. വീക്ക്ലി ട്വൈസ് എങ്കിലും ഞാനിത് ചെയ്യാറുണ്ട്, ക്ലാസ്സില്ലാത്ത ദിവസമൊക്കെ. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ഷാമ്പൂ ചെയ്യാറുള്ളൂ. ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല മാത്രം. പിന്നെ കുറച്ച് മുഖത്തൊക്കെ വീണതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ് ഇടുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അയൺ ചെയ്യാനായിട്ട് പോവാണ്. എനിക്ക് അയൺ ചെയ്യാൻ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇപ്പോൾ അടുത്തായിട്ടാണ് ഞാൻ അയൺ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ടത്. അതായത് അതിനായിട്ട് സമയമൊക്കെ കണ്ടെത്തിയത് ഇപ്പോൾ അടുത്തായിട്ടാണ്. അപ്പോൾ ഞാൻ അതൊന്ന് അയണൊക്കെ ചെയ്തതിന് ശേഷം തലയിൽ ഇത് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ചപ്പോൾ ഞാൻ ചുമ്മാ ബാൽക്കണിയിലൊക്കെ പോയി ഒന്ന് നോക്കി. അപ്പം കണ്ട കാഴ്ചയാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. എനിക്ക് തന്നെ കണ്ടിട്ട് വിഷമമായി. ഫുൾ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ് ചെടി. ഒന്നും നോക്കിയിട്ടില്ല, ആകെ ഇത്രയും ചെടി മാത്രം നമ്മളവിടെ വെച്ചിട്ടുള്ളൂ. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ചുമ്മാ ഈ മരങ്ങളും അങ്ങനെയൊക്കെ നിൽക്കും. ഇത് കണ്ടോ ഗൈസ്, ഇത് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയൊരു ചെടിയാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ, ഇതും ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കണേ. ഞാൻ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനിവിടെ മറ്റേ വിൻഡോ ഒക്കെ അടച്ച് കറക്റ്റ്